നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളിലെ മാത്യു അവതരിപ്പിച്ച ജെയ്സണും നസ്ലിൻ അവതരിപ്പിച്ച മെൽവിൻ എന്നുള്ള ക്യാരക്ടറും രണ്ടുപേരുടെയും ഒരു അനാലിസിസ് നടത്താം. നമ്മുടെ ജെയ്സൺ നാട്ടിലാണ് പഠിച്ചതെങ്കിൽ മെൽവിൻ ഓസ്ട്രേലിയയിലാണ് നഴ്സിംഗ് പഠിച്ചതെന്ന് വിചാരിച്ചു. രണ്ടുപേരും നഴ്സിംഗ് +2 കഴിഞ്ഞിട്ട് തിരഞ്ഞെടുത്തു എന്ന് വിചാരിച്ചു. നമ്മുടെ ജെയ്സണ് നമ്മുടെ അനശ്വര രാജൻ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ പഠിക്കാൻ ആഗ്രഹിച്ചു. നഴ്സിംഗ് ജെയ്സൺ നാട്ടിൽ പഠിച്ചപ്പോൾ മെൽവിൻ അത് നോക്കാതെ നേരെ ഓസ്ട്രേലിയയിൽ പോയി നഴ്സിംഗ് പഠിച്ചു എന്ന് നമുക്ക് കരുതാം. ഇങ്ങനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജെയ്സണും മെൽവിനും 6 വർഷങ്ങൾക്ക് ശേഷം എവിടെ നിൽക്കുന്നു, അവരുടെ ബാങ്ക് ബാലൻസ് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കമ്പാരിസണമാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വർഷം ട്യൂഷൻ ഫീ വരുന്നത് ജെയ്സണ് ഏകദേശം 1 ലക്ഷം രൂപ. ഇപ്പം നാട്ടിലെ ഒരു സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ പുഷ്പഗിരിയിലോ അല്ലെങ്കിൽ മാർസലിവേലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയാണ് ഒരു ഡീസൻ്റായിട്ടുള്ള നഴ്സിംഗ് കോളേജിൽ പഠിക്കാനായിട്ട് വരുന്ന ഫീസ്. ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതലാണ് ഫീസ് വരുന്നത്. അപ്പോൾ ജെയ്സൺ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണെന്ന് വിചാരിക്കുക നഴ്സിംഗ്. അപ്പോൾ 1 ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസ്. മെൽവിൻ ആണെങ്കിൽ വിദേശത്ത് പോയി നമ്മുടെ ഓസ്ട്രേലിയ വന്ന് പഠിക്കുകയാണ്. ഏകദേശം ആവറേജ് ആനുവൽ ട്യൂഷൻ ഫീ 15 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഇതാണ് ട്യൂഷൻ ഫീ. ലിവിങ് എക്സ്പെൻസ് നമുക്ക് നോക്കാം. ലിവിങ് എക്സ്പെൻസ് ഏകദേശം 7000 രൂപയാണ് ജെയ്സണ് ഒരു മാസം വരുന്നത്. ട്യൂഷൻ ഫീ, മെസ് ഫീ, ഫുഡിൻ്റെ ഫീ, ട്രാൻസ്പോർട്ട്, വീട്ടിലേക്ക് വരാനുള്ളതും ഒക്കെ ആയിട്ട് ജെയ്സണ് 7000 രൂപ വരുമ്പോൾ മെൽവിന് ഏകദേശം അത് 1 ലക്ഷം രൂപ വരുന്നുണ്ട് മന്ത്ലി എക്സ്പെൻസ്. ആ മന്ത്ലി എക്സ്പെൻസിനകത്ത് പല കാര്യങ്ങളുണ്ട് കേട്ടോ. അക്കോമഡേഷൻ ഉണ്ട്, ഫുഡുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു AUD സ്പ്ലിറ്റപ്പ് നോക്കിയാൽ അക്കോമഡേഷൻ $800 എങ്കിലും ആകും, ഫുഡിന് $500 എങ്കിലും ആകും, ട്രാൻസ്പോർട്ടേഷന് $200, മൊബൈലിന് $100, ഷോപ്പിംഗ് $100, ഫൈൻസോ മെഡിക്കലോ എന്തെങ്കിലും എക്സ്ട്രാസ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഒരു $100. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ 1800 AUD വരുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപ വരും. ഇതാണ് നമ്മളെടുത്ത കാൽക്കുലേഷൻ്റെ ആധാരം. അപ്പോൾ നമുക്കറിയാം ലിവിങ് എക്സ്പെൻസ് ഏകദേശം 1 ലക്ഷം രൂപ വരുന്നതുകൊണ്ട് മെൽവിന് ഒരു വർഷത്തേക്ക് 12 ലക്ഷം രൂപയുടെ ലിവിങ് എക്സ്പെൻസ് വരും. എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആദ്യത്തെ വർഷം വരത്തില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ കാൽക്കുലേഷനിൽ അത് കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി ഇൻകം നോക്കുകയാണെങ്കിൽ നാട്ടിലെ ജെയ്സണ് പാർട്ട് ടൈം ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് എക്സ്പെൻസൊക്കെ കവർ ചെയ്യുന്നു പുള്ളി ചെയ്യത്തില്ല. മെൽവിൻ അതേസമയം പാർട്ട് ടൈം ജോബ് ചെയ്യും. പാർട്ട് ടൈം ജോബ് ചെയ്യാതെ ഈ ജീവിത ചിലവ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ ഒരു എക്സ്പീരിയൻസ് ആവും പ്രൊഫഷണലി വർക്ക് ചെയ്തിട്ട്. ആ പാർട്ട് ടൈം ജോബ് ചിലപ്പോൾ ഡിസബിലിറ്റി സെക്ടറിലാവാം, ഹെൽത്ത് സെക്ടറിൽ തന്നെ ആവണമെന്നില്ല. പക്ഷേ സെക്കൻഡ് ഇയർ തൊട്ട് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ഹെൽത്ത് സെക്ടറിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം മെൽവിന് കിട്ടും. അതുവഴി നമുക്ക് സാലറി നന്നായിട്ട് ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഇൻകം ഏൺ ചെയ്യുന്നത് ഏകദേശം 17 ലക്ഷം രൂപയാണ് മെൽവിൻ ഏൺ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $24 പെർ അവർ നമുക്ക് ഓസ്ട്രേലിയയിൽ കിട്ടേണ്ട പേയ്മെൻറ്റ്. അപ്പോൾ അത് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. $24 മിനിമം പേയ്മെൻറ്റ്, ഒരാഴ്ചയിൽ 24 മണിക്കൂർ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം. എന്നിട്ട് ഒരു വർഷത്തേക്ക് 12 മാസം നമുക്ക് ഇൻകമായിട്ട് 17 ലക്ഷത്തോളം ഒരു വർഷം വരുമാനം ലഭിക്കും. അപ്പം നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഇതുകൊണ്ടാണ് നമ്മൾ മീറ്റ് ചെയ്ത് പോകുമെന്ന് പറയുന്നത് കേട്ടോ. 12 ലക്ഷം രൂപയുടെ ലിവിങ് എക്സ്പെൻസ് 17 ലക്ഷം രൂപയുടെ ഇൻകം വരുമ്പോൾ മീറ്റായിപ്പോയി ബാക്കി ഒരു 5 ലക്ഷം രൂപ കയ്യിൽ നിൽക്കും. ഇത് നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റ് പോലെയൊക്കെ ഇരിക്കും. ഫസ്റ്റ് ഇയർ അത്ര അടിച്ചില്ലെങ്കിലും നമുക്ക് ഈ അവധി സമയത്ത് ഫുൾ വർക്ക് റേറ്റ്സ് ഉണ്ടോ, കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോഴേ ഇതിനെ കയറി വെട്ടാൻ വരരുത്. ഞാനൊരു ആവറേജ് കണക്കാണ് പറയുന്നത്. ഇനി ഇയർ 2 എന്താ സംഭവിക്കുന്നത്? ട്യൂഷൻ ഫീ ജെയ്സണ് 1 ലക്ഷം രൂപ വീണ്ടും കൊടുക്കണം, മെൽവിന് 15 ലക്ഷം രൂപ. ലിവിങ് എക്സ്പെൻസ് 84,000 രൂപ വരും. 7000 × 12 84,000 ആണ് വരുന്നത്. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ മെൽവിനാണ് ഓസ്ട്രേലിയയിൽ 12 ലക്ഷം രൂപ വരും. എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് പയ്യെ അടച്ചു തുടങ്ങണം. നേരത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ വരുന്നത് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ പലിശ, കഴിഞ്ഞ കൊല്ലത്ത് 1 ലക്ഷം രൂപയുടെ പലിശയായിട്ട് ഒരു 10,000 രൂപ 10% ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കയറി വരും. മെൽവിൻ്റേത് 1.5 ലക്ഷം രൂപ വരും. ഞാൻ ഇതിൻ്റെ ലക്ഷത്തിൻ്റെ കണക്കാണ് ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. ഇനി ഇത് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഇതുവരെയുള്ള എക്സ്പെൻസും ഒക്കെ രണ്ടും കൺസിഡർ ചെയ്ത് ഇൻകവും കൂടെ ആഡ് ചെയ്ത് എക്സ്പെൻസ് മൈനസ് ചെയ്ത് ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 3.78 ലക്ഷം രൂപ കടത്തിലാണ്, അല്ലെങ്കിൽ നെഗറ്റീവിലാണ് ജെയ്സൺ നിൽക്കുന്നത്. മെൽവിനാണ് 21.5 ലക്ഷം രൂപ കടത്തിലാണ്. ഒന്നാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ 1.84 ലക്ഷം രൂപ കടത്തിലായിരുന്നു ജെയ്സൺ. മെൽവിൻ 10 ലക്ഷം രൂപ കടത്തിലുമായിരുന്നു. ഇനി ഇയർ 3 വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇയർ 3 വീണ്ടും ട്യൂഷൻ ഫീ നമ്മൾ ആഡ് ചെയ്യുന്നു, ലിവിങ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ലോൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻകം വരുന്നില്ല നമുക്കൊരു സൈഡിൽ. മറ്റേ സൈഡിൽ 17 ലക്ഷം രൂപയുടെ ഇൻകം ആഡ് ചെയ്ത് കഴിയുമ്പോൾ
5.82 ലക്ഷത്തിലേക്ക് ജെയ്സൺ നെഗറ്റീവായിട്ട് നിൽക്കുന്നു. മെൽവിൻ വലിയ നെഗറ്റീവിലേക്ക് മാറി. 34 ലക്ഷം രൂപ കടക്കാരനാണ് ഇയർ 3. ഇയർ 4 കളി അങ്ങോട്ട് മാറും. 4th ഇയർ ആകുമ്പോഴത്തേക്കും കളിയൊക്കെ ഒന്ന് മാറുകയാണ്. കാരണം മെൽവിൻ കോഴ്സ് പഠിച്ചു തീർന്നു. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് 3 കൊല്ലം കൊണ്ട് തീരുമല്ലോ. ഇന്ത്യയിൽ 4 കൊല്ലം പഠിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ആ ട്യൂഷൻ ഫീയിൽ 1 ലക്ഷം രൂപയും കൂടെ ജെയ്സൻ്റെ കോളത്തിൽ ആഡ് ചെയ്യുന്ന കാണാം. മെൽവിനാണ് കോഴ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ട്യൂഷൻ ഫീ ഒന്നും വരുന്നില്ല. ലിവിങ് എക്സ്പെൻസ് മെൽവിൻ്റെ കൂടി, കാരണം ജോലിയൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി നല്ല സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആനുവൽ ഇൻകം ഏകദേശം ആനുവൽ എക്സ്പെൻസ് 16 ലക്ഷം രൂപയായിട്ട് മാറുന്നു. ഞാൻ എടുത്ത കണക്ക് 1.5 ലക്ഷം രൂപ ഒരു എക്സ്പെൻസ് ആയിട്ട് എടുക്കുവാണ് ഒരു മാസം. മറ്റേത് നമുക്ക് ജെയ്സൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫ് ആയതുകൊണ്ട് നമ്മൾ അതേ കാൽക്കുലേഷൻ 7,000 പെർ മന്ത് എന്നുള്ള കാൽക്കുലേഷൻ എടുത്ത് 84,000 ആനുവൽ എക്സ്പെൻസ് എന്ന് കാണുന്നു. എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളതേപോലെ തന്നെ ആഡ് ചെയ്ത് വെക്കുന്നു. ഇൻകം ജെയ്സൺ ഒന്നും വരുന്നില്ല, പാർട്ട് ടൈം ജോലി ചെയ്യുന്നില്ല. മെൽവിനാണ് ഫുൾ ടൈം ജോലി കിട്ടി. അപ്പോൾ എന്താണ് കാര്യം? 72,000 ഓസ്ട്രേലിയൻ ഡോളറാണ് രജിസ്റ്റേർഡ് നഴ്സിൻ്റെ സാലറി സാധാരണ. അതിനെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 40.5 ലാക്സ്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് കടം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ജെയ്സൻ്റെ 7.96 ലക്ഷം രൂപയായിട്ട് കൂടിയപ്പോൾ മെൽവിൻ്റെ കടം 14.8 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞു. കാരണം കിട്ടിയ ഇൻകം. ഇനി 5ാം വർഷത്തിലെ ഗെയിം എന്താണെന്ന് നോക്കാം. ജെയ്സണും മെൽവിനും രണ്ടുപേരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. സന്തോഷ വാർത്ത. ലിവിങ് എക്സ്പെൻസ് അല്പം കൂടി, സാലറി കിട്ടാൻ തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മുടെ മാസ ചിലവ് 10,000 രൂപയായിട്ട് കൂടി. 7,000 നിന്ന് 10,000 ഡീസൻ്റായിട്ട് ഒരുപാട് രൂപ ചിലവാക്കുന്നില്ല ജെയ്സണും. മെൽവിൻ ആ 16 ലക്ഷം രൂപ ആനുവൽ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണാം. എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ വീണ്ടും ഈ കണക്ക് അക്യുറേറ്റ് അല്ല, നമ്മളൊരു ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി ഇട്ടേക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 30,000 രൂപ അപ്പുറത്ത് 4.8 ലാക്സ് എന്ന് നമ്മൾ ഇടുന്നു. ഇൻകം നോക്കുമ്പോൾ 4.8 ലാക്സ് ആനുവലി ജെയ്സണ് വരുന്നു. ജോലി കിട്ടി. മെൽവിന് സാലറി കൂടി, കാരണം ലെവൽ 1 നേഴ്സായി, ഒന്ന് ഗ്രേഡ് അപ്പായി. ആദ്യം ഗ്രാജുവേറ്റ് റോളിൽ നിന്ന് ഒരു ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗ്രേഡ് കൂടിയ നേഴ്സായപ്പോൾ സാലറി കൂടി 42.5 ലക്ഷം രൂപ. ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് നോക്കാം. ജെയ്സൺ 4.66 ലക്ഷം രൂപ കടത്തിലാണ്. മെൽവിനോ 6.9 ലക്ഷം രൂപ പോസിറ്റീവാണ്. ഇനി 6ാം വർഷത്തിലെ കഥ എന്താണെന്ന് നോക്കാം. കോഴ്സ് 2 കംപ്ലീറ്റ് ആയേ. 1.2 ലക്ഷം രൂപ ജെയ്സൻ്റെ എക്സ്പെൻസും 16 ലക്ഷം രൂപ മെൽവിൻ്റെ എക്സ്പെൻസും. എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റും ഇൻകം വീണ്ടും കൂടിയിട്ടുണ്ട് മെൽവിൻ്റെ, കാരണം ലെവൽ ഗ്രേഡ് 3 നേഴ്സായി മാറിയിട്ടുണ്ട് മെൽവിൻ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും 1.36 ലക്ഷം രൂപ സ്റ്റിൽ ജെയ്സൺ കടത്തിലാണ്, നെഗറ്റീവിലാണ്. മെൽവിൻ 30.6 ലക്ഷം രൂപ പോസിറ്റീവാണ്. ദിസ് ഈസ് എ ഗ്രേറ്റ് അനാലിസിസ്. ഇത് പലരുടെയും കണ്ണ് തുറപ്പിക്കും. നാട്ടിൽ പഠിപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 6 ഇയേഴ്സ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാം. 30.6 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉള്ള മെൽവിൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സാണ്. പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ കുറേയും കൂടെ സ്മൂത്താണ്. അതേസമയം ഇപ്പോഴും ജെയ്സൻ്റെ കേസിൽ 1.36 നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്ക് ഇനി എൻക്ലെക്സാറിന് ഓസ്കി തുടങ്ങിയ പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്ത് ഓസ്ട്രേലിയയിലെ പോലെ വെസ്റ്റേൺ കൺട്രീസിലോ പോകാൻ വീണ്ടും ചിലവാണ്. അപ്പോൾ ഇതാണ് ഈ കണക്ക്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് മാത്രമല്ല, വർക്ക് എക്സ്പീരിയൻസ് കൈമുതലായിട്ട് വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് 3 ഇയേഴ്സ് മെൽവിന് വന്നിരിക്കുന്നത്. അപ്പോൾ മെൽവിൻ രാജാവായി. ജെയ്സൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, ഇന്ത്യയിലെ വർക്ക് എക്സ്പീരിയൻസ് ആണ് 2 കൊല്ലം. ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ജെയ്സൺ പഠിച്ച് കാണും, പക്ഷേ ലാംഗ്വേജ് ബാരിയറും ഒക്കെ കാണും നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ഇനി അത് കഴിഞ്ഞ് ജെയ്സണ് വരാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ വീണ്ടും ചിലവാക്കേണ്ടി വരും. ഒരു 5 മുതൽ 7 ലക്ഷം രൂപ വരെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഓസ്കിയുടെ എക്സാമിൻ്റെ ഫീസ്, നാറ്റി PT എഴുതാനുള്ള ഫീസ്, PR ഒപ്പിക്കാനുള്ള ഫീസ്, അങ്ങനത്തെ ചിലവുകൾ നമ്മുടെ എൻക്ലെക്സാറിന്, ഓസ്കി, നാറ്റി ഇത് 3 ക്ലിയർ ചെയ്താൽ രജിസ്റ്റേർഡ് ആകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സാം ഫീസുകളും ഒക്കെ ആയിട്ട് വേറൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും പോവും. അപ്പോൾ ഇത്രയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും ജെയ്സൺ. വേറാസ് മെൽവിൻ പോസിറ്റീവായിട്ടൊരു 30 ലാക്സും ബാങ്ക് അക്കൗണ്ടിൽ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും കാണും. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലത്തെ അനാലിസിസുകൾ ആവശ്യമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ അറിയണോ, വേറെ ഏതെങ്കിലും മേഖലയുടെ അറിയണോ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി, അവിടുത്തെ ഫീസ് സ്ട്രക്ചറോ അതിനെപ്പറ്റി എന്തെങ്കിലും ഞങ്ങൾ നഴ്സിംഗ് വീഡിയോ തയ്യാറാക്കുമ്പോൾ അടുത്തൊരു വീഡിയോയും കൂടെ കാണും, പാർട്ട് 3 വീഡിയോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജൂലൈ ഇൻടേക്കിലേക്കുള്ള പ്രോഗ്രാംസ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്നറിയണമെങ്കിലോ, ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സിനെ പറ്റി ഒരു ടേബിൾ അറിയണമെങ്കിലോ അതൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് അനാലിസിസിൽ കാണും വരേക്കും. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.